എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കുന്നുവെന്ന് മല്ലിക സുകുമാരൻ. മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചു എന്ന പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ പറയുന്നു. മോഹൻലാലിന് തിരക്കഥയും ഷൂട്ട് റഷും അപ്പപ്പോൾ കാണിച്ചു. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, മോഹൻലാലിനെ പൂർണ്ണമായി ഇതിന്റെ പ്രിവ്യൂ ഉൾപ്പെടെ കാണിച്ചിരുന്നില്ല എന്ന ആരോപണം വളരെ ശക്തമായി സംഘപരിവാർ ഹാൻഡിലുകളും അവർക്ക് അനുകൂലമായ വ്യക്തികളും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പൃഥ്വിരാജിനെ മാറ്റി നിർത്തി കടന്നാക്രമിക്കുന്ന നീക്കം RSSന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലാണിപ്പോൾ അമ്മ കൂടിയായിട്ടുള്ള മല്ലിക സുകുമാരൻ്റെ ഈ തുറന്നു പറച്ചിൽ. ബിന്നിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? എമ്പുരാൻ എന്ന സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ബിന്നിൽ പറയാം. ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേജർ രവിക്കെതിരെയാണ് പ്രധാനമായും ചില കാര്യങ്ങൾ മല്ലിക സുകുമാരൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം മേജർ രവിയുടെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവിൽ മോഹൻലാലിനെ, അതായത് ഈ പ്രിവ്യൂ കണ്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്, മോഹൻലാൽ കണ്ടിരുന്ന കാര്യമാണ് മേജർ രവി ചൂണ്ടിക്കാട്ടിയത്. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ മല്ലിക സുകുമാരന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത്. മല്ലിക പറയുന്നത് ഇതാണ്: മകനെ ബലിയാടാക്കി രക്ഷപ്പെടാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ധാരണ വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൃഥ്വിരാജിനെതിരെ മേജർ രവി പറഞ്ഞത്, ആ പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു ചോദ്യവും അവർ ചോദിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ശരി ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണിപ്പോൾ ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകരെന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് എന്നുകൂടി മല്ലിക സുകുമാരൻ പറഞ്ഞു വെക്കുന്നു. മേജർ രവിയുടെ പേരെടുത്ത് പറഞ്ഞ വിമർശനം ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.